ചേച്ചി പറഞ്ഞപ്പോ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കൂ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റും. അപ്പൊ ചേച്ചി ദുബായില് റേഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആള് യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് നല്ല പ്രൊഡക്റ്റാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ അവരെത്ര പ്രൊഡക്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 4 എണ്ണം കഴിക്കണം എന്നാണ് അവർ പറഞ്ഞത് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു നീ എന്തായാലും ഒരു പ്രൊഡക്റ്റ് കഴിക്കുക, നിനക്ക് ഞാൻ പൈസ അയച്ചു തരാം, ഒരു പ്രൊഡക്റ്റ് കഴിച്ചു നോക്ക്, നിനക്ക് എങ്ങനെയുണ്ട് വ്യത്യാസം നോക്കിയിട്ട് നിനക്ക് 4 പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തായാലും ഒരു പ്രൊഡക്റ്റ് ഞാൻ കഴിച്ചു നോക്കട്ടെ, വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തുടർന്ന് കഴിക്കാൻ പറഞ്ഞു. തുടർന്ന് കഴിക്കാന്ന് വെച്ചാൽ കഴിക്കാൻ ഇവരുടെ അടുത്ത് സംസാരിക്കാൻ ഒരു 5 മിനിറ്റ് പോലും എനിക്ക് നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മുടി ഉണ്ടായിരുന്നില്ല. പിന്നെ സർജറി ചെയ്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ബോഡി ഭയങ്കര പെയിൻ, കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. അപ്പോ ഞാൻ എന്നിട്ട് നിർബന്ധിച്ച് കഴിച്ച് 2 ദിവസം 3 ദിവസം കഴിക്കുമ്പോഴേക്കും എനിക്ക് വ്യത്യാസം തുടങ്ങി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2.5 വർഷത്തോളമായിട്ട് ഈ സൈഡ് വെച്ച് ഞാൻ കിടക്കുന്നുണ്ടായിരുന്നില്ല. 6 കീമോ 16 റേഡിയേഷൻ ചെയ്തതാണ്. അപ്പൊ കിടക്കാൻ പറ്റാതെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു നീ ഇനി എന്നും ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോകുമ്പോൾ പരാതി പറയും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേദനകളാണ്, വീട്ടിൽ പണികളുണ്ട്, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞെങ്കിലും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ്. കുറച്ച് കുമ്പിടുമ്പോൾ പുറം വേദന ആകെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി എന്തായാലും ഫിസിയോതെറാപ്പി എന്ത് പറഞ്ഞാലും ഡോക്ടർ മരുന്ന് എഴുതി തരില്ല, പാരസെറ്റമോൾ മാത്രമേ കഴിക്കാൻ പറയുള്ളൂ. അപ്പൊ ഞാൻ അതൊക്കെ ഉണ്ടാവും, വേദന പറയുമ്പോൾ ഡോക്ടർ പറയും ഇതൊക്കെ ഉണ്ടാവും, സർജറി കഴിയുന്നതല്ലേ അതുണ്ടാവും, അതിന്റെ ഒരു ഭാഗമാണ്, ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ മരുന്നുകളുടെയൊക്കെ, അത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോ ഈ പൾസ് 2-3 ദിവസം കഴിച്ചപ്പോഴേക്കും വ്യത്യാസം തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ ഒരു 2.5 വർഷത്തോളമായിട്ട് ഞാനൊരു സൈഡ് മാത്രമേ എനിക്ക് ചെരിഞ്ഞ് കിടക്കാൻ പറ്റുള്ളൂ, ഒരു സൈഡ് കിടക്കാൻ പറ്റില്ല. അപ്പോ ഈ 3 ദിവസം കഴിച്ചപ്പോ തന്നെ എനിക്ക് വേലുകൾക്കൊക്കെ വേലിനൊക്കെ ഒരു വ്യത്യാസം, ശരിക്കും പറഞ്ഞ മാജിക് അത്രയേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ 2 വീലർ ഓടിക്കായിരുന്നു, വണ്ടി എന്നും 2 വർഷത്തോളമായിട്ട് വണ്ടി അവിടെ കയറിയിരിക്കുകയാണ്, വണ്ടി എടുത്തെന്ന് നോക്കും, പക്ഷെ വണ്ടിയിൽ നനക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. 3-ാമത്തെ ദിവസം തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് 2 വീലർ എടുത്ത് പുറത്തു പോയി. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും ഒരു 10 ദിവസമൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു എന്താ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ, പക്ഷെ ഇത് മാറിയില്ല വെച്ചാ മുടിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാനൊരു തോർക്കുന്നുണ്ട് വെറുതെ കെട്ടിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ വ്യത്യാസം വന്നല്ലോ വ്യത്യാസം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഗുളികകൾ കുറെ കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഗുളിക BP സർജറിക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ BP-യുടെ ഗുളിക സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്ര വർഷം ജീവിച്ചിട്ടുണ്ടോ അത്ര വർഷം കഴിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ അയൺ ഗുളിക വൈറ്റമിൻസ്, ഗ്യാസിന്റെ ഗുളിക ഡെയിലി കഴിക്കണം വെച്ചാൽ ഗ്യാസ് ഫോം ചെയ്യും, ഭയങ്കര അസ്വസ്ഥതയാണ്. അതൊക്കെ എനിക്കിപ്പോ ഒരു ഗുളിക പോലും ഇല്ലാണ്ട് നിർത്താൻ പറ്റിയത് കഴിച്ചു. ഭയങ്കര ഞാനെപ്പോഴും അത് ആലോചിക്കുന്ന ഞാൻ സിന്ധു ചേച്ചിയോട് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. വെച്ചാ ഇപ്പൊ എന്റെ ഒരു വിഷമം എന്ന് വെച്ചാൽ സിന്ധു ചേച്ചി ഫസ്റ്റ് വന്ന് പറഞ്ഞപ്പോഴും 2ാമത് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ അന്ന് കഴിക്കാൻ കൂട്ടാക്കി, അന്ന് വെച്ചാൽ റേഡിയേഷനൊക്കെ കഴിഞ്ഞ് റേഡിയേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ വെയിനൊക്കെ ചുരുങ്ങി ഭക്ഷണം ഒന്നും കഴിക്കാതെ ഒരു സ്പൂണിൽ 2 സ്പൂണ് ചോറിട്ട് മിക്സിയിലടിച്ച് കോരി ഇറക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ വേണം, അത്രയും വേദനയായിരുന്നു. അന്ന് ഞാനിത് കഴിക്കാൻ കൂട്ടാക്കില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചത് 3 മക്കളുണ്ട്, നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് കഴിച്ചു, നീ എന്ത് വരുത്തി വെച്ചേ പറയുള്ളൂ. അത് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം കൊണ്ടാണ് കഴിക്കാണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് ആരുടെ അടുത്ത് വേണമെങ്കിലും ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പറയും ഐ പൾസ് ഇസ് ബെസ്റ്റ്.